ഹായ്, നമ്മുടെ ഓണം സീരീസിലെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാവരും കാണുന്നില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ഓണം സീരീസിലെ ഇന്നത്തെ വീഡിയോ സദ്യയിലെ മധുരക്കറി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി ഇല്ലാണ്ട് എന്ത് സദ്യയല്ലേ? അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പൈനാപ്പിൾ വലുതായ കാരണം അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പൈനാപ്പിൾ പഴുത്തത് നോക്കിയെടുത്ത് തോലെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കണം. മധുരമുള്ള പൈനാപ്പിൾ നോക്കി വേണം എടുക്കാൻ. ഇനി ഒരു ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതിൽ നിന്ന് ഒരു പിടി മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ശർക്കര എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കൈപ്പിടി തേങ്ങയും 1 പച്ചമുളകും 1/2 സ്പൂൺ കടുകും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലോണം അരച്ച് വെന്ത് വന്ന പൈനാപ്പിളിലോട്ട് ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇനി നല്ലോണം കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കപ്പ് പുളിയുള്ള കട്ട തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി കടുകും വറ്റൽമുളകും വേപ്പിലയും മൂപ്പിച്ച് താളിച്ചതിന് ശേഷം മുകളിൽ കുറച്ച് കറുത്ത മുന്തിരി കൂടി വിതറി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.